നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാണ്. അവസ്ഥ നോക്കണേ. അതെനിക്ക് തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛന്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛന്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അടിമുടിയല്ലേ നോക്കുന്ന പോത്തിനാ? ഒരു 2000 കിലോ ഉള്ള പോത്ത് ചേട്ടാ. 2000 കിലോ ഉള്ള പോത്താ? താഴെ വായിൽ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ടേ. അവനെ കഴിച്ചോണ്ടോ. എന്നിട്ട് അവനെ കൂടെ അങ്ങ് ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് ഒരു പോത്തെന്നങ്ങ് പറഞ്ഞ. ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ. എന്നാൽ നാളെ 7:30 സ്പെഷ്യൽ ക്ലാസ്. ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റിയും എരുമയെ പറ്റിയും ക്ലാസ് എടുത്തു തരാം കേട്ടാ. ചേട്ടാ ഇതിനൊരു വില പറ. എന്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ? എങ്കിൽ എഴുതിയെങ്കിലും കാണിക്കടോ. പറയാൻ പറ്റത്തില്ലെങ്കിൽ പോയിന്റ്. ഇത് വിൽക്കാനല്ലേ ചേട്ടാ ഇവിടെ വളർത്തുന്നത്. ഇതിനെ വിൽക്കാനല്ല ഞാൻ വളർത്തിയത്. പിന്നെ കഴപ്പാണോ വെറുതെ ഒരു പോത്തിനെ വളർത്താൻ? നീ ചോദിച്ച ഈ സെയിം ചോദ്യം ഞാൻ വേറെ വേവിലി കൂടെ ചോദിക്കണേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ പോലെ വളർത്താൻ? നമസ്കാരം. ഇന്നത്തെ ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നിരൂപകൻ ഡോക്ടർ ശ്രീ വാവച്ചൻ, പൊതുപ്രവർത്തകനായ കാവടിക്കണ്ണൻ, പിന്നെ നമ്മുടെ ഫെമിനിസ്റ്റ് അംബുജാൻ. അപ്പോൾ നമുക്ക് ചർച്ചയിലോട്ട് കടക്കാം. മിസ്റ്റർ കാവടിക്കണ്ണൻ, ഇപ്പോഴത്തെ നിയമത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ മോശമായിട്ടുള്ള നിയമമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഇന്നലെ വഴി കൂടി നടന്നു വരുമ്പോൾ ഒരു പെണ്ണുപിള്ള എന്റെ കയ്യിൽ കയറി പിടിച്ചു. അത് നേരെ മറിച്ച് ഞാൻ ഒരു സ്ത്രീയുടെ നേരത്തെ കിട്ടിയെങ്കിൽ എന്റെ IPC സെക്ഷൻ പ്രകാരം എന്നെ പിടിച്ച് അടുത്താകത്തില്ലേ? ഒരു സ്ത്രീയെ കയറി പെണ്ണുപിള്ള വിളിച്ച് താഴെ വിടുന്നുണ്ടോ? പിന്നെ പെണ്ണുപിള്ള എന്നല്ല, പിന്നെ ആണുപിള്ള എന്ന് വിളിക്കാൻ പറ്റുമോ? പെണ്ണുപിള്ള ഇവിടെ വഴി കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നാണോ? അല്ല, അരിയും മണ്ണെണ്ണയും വാങ്ങാൻ വന്നത്. ഓ കാർഡ് നിന്റെ അച്ഛൻ കൊണ്ടുവരുമെന്നായിരിക്കും. കാർഡ്, റേഷൻ കാർഡ്. ഓ, വെള്ളക്കാടിന് ഈ ആഴ്ച നിന്റെ അച്ഛൻ വെച്ചിട്ട് റിപ്പോർട്ട് അടുത്താഴ്ച പാടി. ഹലോ ഷാജോ. എന്തേരാ? നിന്റെ ഫോണിന്റെ വൈഫൈ എങ്ങനെ കണക്ട് ആക്കുന്ന? നീ സെറ്റിംഗ്സ് എടുക്ക്. സെറ്റിംഗ്സ് എടുത്ത്. മോളിൽ എന്ത് കാണുന്ന? മോളിലാകാശോ. ഹായ്. എന്ത് ചെയ്യുന്നു? ചായ കുടിക്കുന്നു. കാലൊടിഞ്ഞു കിടക്കുന്ന ഞാൻ. ഇനി നാട്ടുകാര്. ഇവന്റെ കാലം ഒടിഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇവൻ ബൈക്കിൽ പോണ സ്പീഡ് കണ്ടിട്ടുണ്ടോ? 100-150. ചേട്ടാ, അതിനെനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞൂടാ. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഓറൽ ആയിരിക്കണം. ഓറൽ എടോ, വാ കൊണ്ട് മാത്രമേ ആൻസർ പറയാവുന്നു. അയ്യോ പറ്റില്ല സാർ, എനിക്ക് ഇതിന്റെ ആൻസർ കാല് വെച്ച് പറയണം. ഞാനിതുവരെ കോറടിച്ചു പറ്റിട്ടില്ല സർ. 2 ചെരുപ്പടിച്ചു പറ്റിയായിരുന്നു. എന്താണമ്മ, ദേശായി കുടുംബത്തിലെ ആരെയും ശവമായോ? അല്ല, സീരിയലിലെ സീരിയസ് ആയിരിക്കും പോണോടാ. സീരിയലില് സീന് പറഞ്ഞ് കളിയാക്കുന്നേ. പിന്നെന്തോ ഒരു മ്ലേച്ഛ ഭാവം. അത് നിന്നെ ഓർത്തിട്ടാ. എന്നെ ഓർക്കാതിരുന്ന പോരെ അമ്മ. പെറ്റ മോനെ ഓർക്കാത്ത അമ്മുണ്ടോ? പെറ്റപാട അൽഷിമേഴ്സ് പിടിച്ച അമ്മയാണേ ഓർക്കില്ല. ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. എടാ, ഞാൻ നിന്റെ അച്ഛനാണ്. അമ്മയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. നീ ഇങ്ങനെ ജോലിക്ക് കൂലിക്ക് പോകാതെ വീട്ടിൽ കുത്തിയിരിക്കല്ല. ഇങ്ങനത്തെ കസേര ഇരുന്നോളാം.
അടയ്ക്കാണെങ്കിൽ പിടിച്ച് മടിയിരുത്താം. അടയ്ക്കാൻ മരമാണെങ്കിലാ തോളത്തെടുത്ത് വെക്കി. വേറെ പണിയൊന്നും ഇല്ലല്ലേ.